നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് നേരിട്ട് വന്ന് സംവദിക്കുന്നതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പറ്റി. എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പേര് സുരേഷ് പന്നണ എന്നാണ്. NTC എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതാവില്ല എന്നാണ് എന്റെ അനുമാനം. കാരണം നമ്മളിപ്പോ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡയറക്ട് സെല്ലിങ്ങിന് ഒരു മാർഗരേഖയും ഒരു വെബ് പോർട്ടലും കേരള ഗവൺമെന്റ് നമുക്ക് സമ്മാനിച്ച ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ലേ കരീം സാറേ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഫെബ്രുവരി 19 എന്താണ് സംഭവിച്ചത് എന്നുള്ളതല്ല ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 19 ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും അറിയണം. അതിന് നമ്മൾ അറിയണമെങ്കിൽ ഫെബ്രുവരി 19 വരെ, 2011 ശേഷം ഫെബ്രുവരി 19 വരെ, 2025 ഫെബ്രുവരി 19 വരെയുള്ള നാൾ വഴികൾ നമ്മൾ അറിഞ്ഞേ മതിയാവും. കാരണം 2025 ഫെബ്രുവരി 19 സംഭവിച്ചതിന്റെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണമെങ്കിൽ, ഇനി അങ്ങോട്ട് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഇന്ന രീതിയിലാണെന്ന് ഇപ്പം നമുക്ക് ഉൾക്കാഴ്ചയുള്ള ഏതൊരാൾക്കും പ്രവചിക്കാൻ പറ്റുന്നതാണ്. അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് 2006 മുതൽ ഇതിന്റെ പേരന്റ് കമ്പനിയിലുണ്ട്. അന്ന് വളരെ സ്മൂത്ത് ആയിട്ട് ഇതേ കമ്പനിയിൽ ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് ഈ മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കൃത്യമായിട്ട് എനിക്കറിയാം. അതിന്റെ മാനേജ്മെന്റിനെ കൃത്യമായിട്ട് അറിയാം. അത് ചലിപ്പിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം 2011 സംഭവിച്ച കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിലവിലുള്ള മണി ചെയിൻ കമ്പനികൾ ഒരുപാട് ആളുകളുടെ കാശ് പറ്റിച്ച് വലിയ പ്രശ്നത്തിലേക്ക് വരുന്ന സമയത്താണ് കേരളത്തിലെ മുഴുവൻ മണി ചെയിൻ കമ്പനികളെയും ലോക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും ലോക്ക് ചെയ്തത്. അത് അന്ന് മാന്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും ഒന്ന് പിറകോട്ടടിപ്പിച്ചിട്ടുണ്ട്. ആ പിറകോട്ടടിച്ച സമയത്ത് പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടിയിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ ചരിത്രം നിങ്ങൾ അറിയണമെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേതൃത്വം കൊടുത്ത ബെല്ലി സാറിൽ നിന്ന് തന്നെ കേൾക്കണം. അങ്ങനെയാണ് ആദ്യമായിട്ട് ലോക ചരിത്രത്തിലല്ല, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം വരുന്നത് 2011 ഈ മേഖലയിൽ. 2011 ഈ മേഖലയിൽ 2011 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 19 ആദ്യമായിട്ട് വരുന്നത്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കാണരുത്. കാരണം ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ഏതെങ്കിലും സംഘടന, തുടക്കത്തിലുണ്ടായിരുന്ന സംഘടന, ആ സംഘടനയായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നത് AITC എന്ന് പറയുന്ന സംഘടനയാണ്. എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. ഇവിടുത്തെ കോഴിക്കോടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സംഘടനകളും ബെല്ലി സാർ ഉൾപ്പെടെ പല രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തും പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സംഘടന രൂപീകരണത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആരും മാത്രം മുഖവിലക്കി ഈ ബിസിനസിനെ കണ്ടില്ല. അന്ന് ഈ ബിസിനസിനെ കണ്ട രണ്ട് വ്യക്തികൾ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഒന്ന് കാരൻ രാജേന്ദ്രനാണ്. ആ കാരൻ രാജേന്ദ്രൻ സാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. രണ്ടാമത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഇന്നായിട്ടുള്ള EC സതീശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒക്കെ മീറ്റിങ്ങുകളിലും കമ്മിറ്റികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആകെ ഒരു
പേടിപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് നമുക്കൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡന്റ് ലഭിച്ചിരിക്കുന്ന ഒരു സംഘടന പ്രവർത്തനമാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. അപ്പൊ നമ്മളിപ്പോ പറയുന്ന ഫെബ്രുവരി 19 നമ്മൾ ആവേശത്തോടു കൂടി പോയിരുന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് നേരിട്ട് വന്ന് സംവദിക്കുന്നതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പറ്റി. അയാളെ എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിന്റെ ലീഗൽ വശങ്ങളെ പറ്റിയല്ല ഞാൻ അന്ന് ചിന്തിച്ചത്. ആ ഫെബ്രുവരി 19 ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മൾ ചെയ്യുന്ന വർക്കിനെ പറ്റി, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ, നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ പറ്റി അദ്ദേഹം നമ്മളോട് സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അന്ന് 2011 സംഘടന നിലവിൽ വരുന്ന സമയത്ത് അന്നത്തെ ഗുരുദാസ് ദാസ് ഗുപ്ത, ഇതിനകത്ത് ചില വ്യക്തികൾക്കെങ്കിലും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവും. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു: ജീവിക്കാനായി പോരാടുക, പോരാട്ടത്തിലൂടെ ജീവിക്കുക. ഇതാണ് അന്ന് നമുക്ക് അവര് തന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സന്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്ന ഒരു സംഗതി എന്താന്ന് പറഞ്ഞാൽ ഡീസന്റ് ജോബ്, ഡീസന്റ് വേജ് എന്നാണ്. വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ജോലി നമുക്ക് വേണം, വളരെ ഡീസന്റ് ആയിട്ട് നമുക്ക് അതിനൊരു പ്രതിഫലവും കിട്ടണം എന്നുള്ള സമര കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്ന സമയമാണ്. അങ്ങനെ ഇവരൊക്കെ വന്ന് പിന്നീടാണ് ഈ രംഗത്തേക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കടന്നു വരുന്നത്. ഈ സംഘടനകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നതിന് ശേഷമാണ് ഒരു ആത്മവിശ്വാസം ഓരോരുത്തരിലേക്കും കടന്നു വന്നത്. മുമ്പ് ഈ ബിസിനസ് നിർത്തിപ്പോയവരൊക്കെ പിന്നീട് തിരിച്ചു വന്നത് അതാണ്. പിന്നീട് ഒരു തിരിച്ചു വരവില്ല എന്നുള്ള രൂപത്തിൽ നിർത്തിപ്പോയതാ. ഞാനൊക്കെ ആ രൂപത്തിൽ നിർത്തിപ്പോയതാണ്. പിന്നീട് ഒരു തിരിച്ചു വരവിന്റെ കാര്യം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക, ഇവിടെ ട്രേഡ് യൂണിയനുകൾ നിലവിൽ വന്നത് കൊണ്ടാണ് ആളുകൾ വീണ്ടും തിരിച്ചിതിൻ്റെ അകത്തേക്ക് വന്നത്. അപ്പൊ ട്രേഡ് യൂണിയനുകൾക്കുള്ള സ്വാധീനം കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തില്, അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. എന്നിട്ടാണ് അതിന്റെ സമര പോരാട്ടങ്ങൾ. പാർലമെന്റ് മാർച്ച് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് ധർണ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സമര പോരാട്ടങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തികളും അതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ നിന്ന് നയിച്ചവരുണ്ട്. കാനൻ രാജേന്ദ്രൻ സാർ ഇപ്പൊ ഇല്ല, അവരൊക്കെ നിന്ന് നയിച്ച ആൾക്കാരാണ്. അവര് നമുക്കൊരു നമ്മൾ ചെയ്യുന്ന ജോലി മാന്യമായ തൊഴിലാണ്, ആളുകളെ പറ്റിക്കുന്നതല്ല, ആളുകളെ ചേർക്കുന്നതല്ല, ആളുകളെ വഴിതെറ്റിക്കുന്നവരല്ല. ഒരു കൃത്യമായിട്ട് ഗവൺമെന്റിന് പോലും നൽകാൻ കഴിയാത്ത തരത്തില് ഒരു ജോലി സമ്പ്രദായം അല്ലെങ്കിൽ ഒരു തൊഴിൽ സംരംഭമാണ് ഇവര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആരുടെയും സഹായമില്ലാതെ ആർക്കും സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന, തെരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് വന്ന ലീഡേഴ്സ് ആണ് അത് കേരളത്തോട് വിളിച്ചു പറയാൻ തുടങ്ങിയത്. അങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയ സമയത്ത്, ഇനി അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2011 ആദ്യത്തെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നത്. പിന്നീട് ആ രംഗത്ത് AITC ആണ് വരുന്നത്, പിന്നെ CIT വന്നു, INTC വന്നു, BMS വന്നു, STU വന്നു. ഇതിലൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ 2011 ശേഷം നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന 2025 ഏറ്റവും ഗ്രോത്ത് റേറ്റ് കാണിച്ചിരിക്കുന്ന വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സംഘടന എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് ഏറ്റവും ഗ്രോത്ത്, മെമ്പർഷിപ്പ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ആ ഗ്രോത്ത് ആണ് സത്യത്തിൽ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിച്ചത്. അങ്ങനെ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഈ പരുവത്തിൽ എത്തിയിരിക്കും. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ ഇപ്പം ഈ പാർട്ട് ടൈം ബിസിനസ് എന്നുള്ള രൂപത്തിലായി സാധനത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ട് ടൈം എന്ന് മാത്രം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് ബിസിനസിനെ എന്തുകൊണ്ട് കണ്ടില്ല? ഇനി അങ്ങോട്ട് എന്താണ് കാണുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോവാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ വസന്തമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിന്റെ വസന്തമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ടാണ് ഈ ബിസിനസ് ഈ നൂറ്റാണ്ടിന്റെ വസന്തമാവാൻ പോകുന്നത്. ആളുകൾ എന്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് മാത്രം ഇത് സെലക്ട് ചെയ്തു എന്നുള്ളത് അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തിലോളം ഇത് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ അവരേത് ജോലിയാണോ ചെയ്തിരിക്കുന്നത് ആ ജോലി വിട്ടുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ വിട്ടവരൊക്കെ തന്നെ ഒരു വിഭാഗം, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ചെയ്തിരിക്കുന്നത് ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ജോലിക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണ് ഫുൾ ടൈം കേറിയറായത്. അല്ലാതെ ഒരിക്കലും തിരിച്ച് കയറാൻ പറ്റാത്ത ഒരാൾ ചെയ്തിട്ടില്ല. ചെയ്തവരുണ്ട് കുറെ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തത് ഞാൻ ഈ സംഘടനയുടെ പ്രവർത്തനം കണ്ടിട്ടും സംഘടനാ രീതി കണ്ടിട്ടും സംഘടനാ ബലം കണ്ടിട്ടും തന്നെയാണ്. കാരണം എനിക്ക് ഒരു തരത്തിലും തിരിച്ചു കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു തരത്തിലും തിരിച്ചു കയറാൻ പറ്റാത്തത് കാരണം കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ പറ്റിയല്ല എന്റെ പ്രശ്നം. കമ്പനി എന്ന് പറയുന്നത് 2006 മുതൽ എനിക്കറിയാം, 2002 മുതൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ സ്റ്റെബിലിറ്റിയിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. പിന്നെ റിസൈൻ ചെയ്യുന്ന സമയത്ത് എന്നെ അലട്ടിയ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനോട്, ഡയറക്ട് സെല്ലിങ്ങിനോട് നമ്മുടെ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന നിയമപരമായ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. കാരണം അവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും കുറച്ചു കാലം നിന്ന് പോയേനെ. പക്ഷെ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ആളുകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പോകുന്ന വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് ഈ സാധനം മാറുക. കാരണം ഇത് അത്രയും വലിയ ഒരു എന്താ പറയാ ഒരു വാഗ്ദാനമല്ല, അത്രയും വലിയ ഒരു കാര്യമാണ് ഫെബ്രുവരി 19 സമ്മാനിച്ചത്. ഒരു മാർഗരേഖ മുഖ്യമന്ത്രി വന്നിട്ട് അതിന്റെ പ്രകാശനം നടത്തുക. മുഖ്യമന്ത്രി വന്നിട്ട് ഒരു മാർഗരേഖ പ്രകാശനം നടത്തണമെങ്കിൽ, ഒരു വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം നടത്തണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ 2025 പുതിയ ഇലക്ഷൻ നടക്കാൻ പോവാ. ആ ഇലക്ഷന് മുമ്പെയാണ് ഈ ഒരു വെബ് പോർട്ടലിനും ഈ ഒരു മാർഗരേഖക്കും അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഉദ്ഘാടനം നിർവഹിച്ചു പോയിരിക്കുന്നത്. മോശപ്പെട്ട ഇത് ഇന്റലിജൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ A to Z കാര്യങ്ങള് ഓരോന്നോരോന്ന് ഇഴകീറി പരിശോധിച്ച് ഇതിൽ ഒരു തരത്തിലുള്ള കുഴപ്പവും ഗവൺമെന്റിന് ഉണ്ടാവില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കൃത്യമായ പഠനത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി വന്ന് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വരില്ല. ആ രൂപത്തിലേക്ക് ഇതിനെ വ്യക്തമായ രീതിയിൽ പഠിച്ച് മാർഗരേഖ നിർദ്ദേശിച്ച് വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ ബിസിനസ് എന്താണെന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കൂടിയിരിക്കുന്ന ആളുകളിലേക്ക് മാത്രമേ ഈ മാർഗരേഖ എത്തിയിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നുള്ളത് നമ്മളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി അത് മാത്രമല്ല, നമ്മുടെ കോണ്ടാക്റ്റിലുള്ള, അതായത് നമ്മളുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ള ആളുകൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ മാത്രമേ ഇത് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ആളുകളിൽ മാത്രമേ ഇത് ഗ്രൂപ്പിൽ മാത്രമേ ഇത് ചർച്ച ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മീറ്റിങ്ങുകളിൽ മാത്രമേ ഇത് ചർച്ച ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ മീറ്റിംഗ് ആയത്. ഇതിന്റെ അകത്ത് മൈ ലൈഫ് എന്ന് പറയുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ മാത്രമേ ഉള്ളൂ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം. ഇതെത്തേണ്ടത് ജനങ്ങളിലേക്കാണ്. ഈ ബിസിനസ്സിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഗവൺമെന്റ് ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം, കാര്യങ്ങളൊക്കെ തന്നെ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെയാണ് നമ്മുടെ പണി. അത് നമ്മൾ വെറുതെ സ്റ്റേജിൽ മാത്രം ഇരുന്നത് കൊണ്ടൊന്നും ആയില്ല. അല്ലാത്ത രൂപത്തിൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെ പ്രചരിപ്പിക്കണം. ആ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മള് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട പേപ്പർ കട്ടിങ്സുകൾ, നമ്മളെ കയ്യിലുണ്ടായിരിക്കേണ്ട മുഖ്യമന്ത്രിയുടെ സ്പീച്ച്, അനിൽ സാറിന്റെ സ്പീച്ച്, ഇനി ആ ആൾക്കൂട്ടം, ഇതൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. മുഴുവൻ ആളുകളുടെയും കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഡോക്യുമെന്റ്സ് വെച്ചിട്ട്. ഇതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ബിസിനസിനെ പോസിറ്റീവായി കാണുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. രാംവിലാസ് പസ്വാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കട്ടിങ്സ് ആണ് നിങ്ങൾ GTS എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിന് ഈ ബിസിനസിന് റെഗുലേറ്ററി കമ്മിറ്റി വരാൻ പോകുന്നു. എത്ര കാലം നമ്മളത് പ്രസംഗിച്ച് നടന്നിട്ടുണ്ടെന്നറിയോ? തുടക്കത്തിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ എന്നുള്ള രൂപത്തില് അല്ലാതെ ഒരു കാരണവശാലും അത് വരുന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ സംസാരിച്ചിട്ടില്ല.
പിന്നീടാണ് സംഘടനാ രംഗത്തേക്ക് സാധനം കടന്നു വന്നേരം ആത്മാർത്ഥമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ കാരണം ഇതിന്റെ അകത്ത് ട്രേഡ് യൂണിയൻ ഇടപെട്ടിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ ഇടപെട്ട് കഴിഞ്ഞാൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടുകൂടി സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായി ഇത് മാറുന്നു പിന്നീട് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുന്നതിന് കൂടുതൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ MI ഉത്സവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിനുശേഷം നടന്നിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ അനീഷ് സാർ എടുത്തു പറഞ്ഞ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആളുകളോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇതൊരു റെഗുലേറ്ററി കമ്മിറ്റി വരാൻ പോകുന്നു എന്ന്. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 3.5 കോടി മാത്രം ജനങ്ങളുള്ള കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലാണ് ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി നിന്ന് നെഞ്ചു വിരിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുക തന്നെ വേണം. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യ നിയമവും കാര്യങ്ങളൊക്കെ തന്നെ പാർലമെന്റിലേക്കും ഈ രൂപത്തിലേക്ക് റെഗുലേറ്ററി കമ്മിറ്റി പാർലമെന്റിലേക്ക് എത്തുന്ന സമയത്ത് എത്തും, ഒരു സംശയവും വിചാരിക്കണ്ട. ആ എത്തുന്ന സമയത്ത് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സംസ്ഥാനമായിട്ട്, ഒരു മലയാളമായിട്ട് നമുക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, നമ്മുടെ പ്ലാനും കാര്യങ്ങളും പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത്, നിങ്ങൾ സാധാരണഗതിയിൽ ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ എന്തെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എങ്ങോട്ട് പോയി, മോൻ എങ്ങോട്ട് പോയി, മോൾ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും ഞാൻ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അവൻ PSCക്ക് പഠിക്കുകയാണ്. അത് വലിയൊരു സംഭവമാക്കിയിട്ടാണ്. PSCക്ക് പഠിക്കുന്ന മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരു വലിയ സംഭവമാക്കിയിട്ടാണ് ആളുകൾ എടുത്തിരിക്കുന്നത്. കാരണം PSC എന്ന് പറയുന്നത് അവന്റെ ഒരു ജോബ് സേഫ്റ്റി ആണ് എന്നുള്ള, അവളുടെ ഒരു ജോബ് സേഫ്റ്റി ആണെന്നുള്ളത് രക്ഷിതാക്കളും മനസ്സിലാക്കുന്നു, കുട്ടികളും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇപ്പം എന്താണ് കൂണ് പോലെ മുളച്ചു വന്നിട്ടുണ്ട്. PSC ഇന്നലെ ഇന്നൊന്നും വന്ന സംഗതി ഒന്നുമല്ല. പക്ഷെ ആ PSCനെ ശരിക്കും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് PSC എന്ന് പറയുന്ന സാധനത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ട് ആളുകൾ. അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ടൗണുകളിലും, എല്ലാ സിറ്റികളിലും എണ്ണിയാ തീരാത്ത PSC കോച്ചിങ് സെന്ററാ വന്നിരിക്കുന്നത്. അത് ഈ മാറ്റത്തിന്റെ ഭാഗമാണ്. ഒരു സേഫ്റ്റി മോഡാണ്. എന്താണ് സേഫ്റ്റി മോഡ്? 18ാമത്തെ വയസ്സിൽ ഒരു ചെറിയ പയ്യൻ ചിന്തിക്കുന്നത് എനിക്ക് PSCയുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് ശമ്പളത്തെ പറ്റിയല്ല, അവൻ 65ാമത്തെ വയസ്സിൽ കിട്ടുന്ന 55ാമത്തെ വയസ്സിൽ കിട്ടുന്ന പെൻഷനെ പറ്റി അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പെൻഷനെ പറ്റി. അപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ നിയമവും 10 വർഷം നമ്മൾ ഈ ബിസിനസ് ചെയ്താലുണ്ടാവുന്ന മാറ്റവും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ PSCക്ക് അപ്പുറത്തേക്ക് ഒരു കോൺഫിഡന്റ് ഇവരുടെ മനസ്സിലുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇത് നാളുകളിൽ ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ആണ്. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട്, ഇത് പൊന്നണ പോലെയുള്ള കുറെ പ്രായമായിട്ടുള്ള ഉമ്മർ സാറിനെ പോലെ തലനരച്ച കുറെ ആൾക്കാര്, അതിന് അവരുടെ ഒരു പേരുണ്ട്, തന്തവൈവ് എന്നാ പറയുക. അങ്ങനെയുള്ള ഉപദേശവും കാര്യങ്ങളും അതിലായിട്ടുള്ള കുറെ ആളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് യൂത്ത് എവിടെ? അവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ യൂത്ത് എവിടെ? ഇതിന്റെ അകത്ത് കരീം സാറിനെ പോലെയുള്ള തലനരിച്ച വയസ്സന്മാരല്ലേ ഇതിന്റെ അകത്തുള്ളത്? എവിടെ യൂത്ത് എവിടെ? അവര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഇതിന്റെ അകത്ത് ചേറൂർ സാർ ഇരിക്കുന്നുണ്ട്. ചേറൂർ സാറെ, ഞാനൊരു കാര്യം പറയാ, ഇത് കുട്ടികളിലേക്ക് ഈ സാധനം എത്തിച്ചിട്ടില്ലെങ്കിൽ, നമ്മളെ വരുന്ന യുവതലമുറയിലേക്ക് ഈ സാധനം എത്തിച്ചിട്ടില്ലെങ്കിൽ നടക്കില്ല. കാരണം അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇത് നിയമപരമായി കറക്റ്റ് ആണ്. ഈ ബിസിനസ് നിങ്ങൾ എന്താണ് പാസീവ് ഇൻകം അവർ പെൻഷനെ കാണുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥ പാസീവ് ഇൻകം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതൊരാളെ പിടിക്കുന്ന ഏർപ്പാടല്ല, ആളെ ചേർക്കുന്ന ഏർപ്പാടല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അവർ ഈ ബിസിനസ് ഏറ്റെടുക്കില്ല. അവർ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, ഈ ബിസിനസ് എന്താണ് റോക്കറ്റ് പോലെ കുതിക്കുള്ളൂ. ഒരു സംശയം നമ്മൾ വിചാരിക്കണ്ട. അവരുടെ മോട്ടിവേഷൻ വേറെയാണ്, അവരുടെ ചിന്ത വേറെയാണ്, അവരുടെ സ്വപ്നങ്ങൾ വേറെയാണ്. അവർക്കെങ്ങാൻ ഇതിന്റെ യഥാർത്ഥ എന്താണ് ബെനിഫിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെല്ലാം വിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവും. എല്ലാ ആളുകളും ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഉമർ സാറ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമർ സാറിന്റെ വീട്ടിൽ യങ്സ്റ്റേഴ്സിനെ ഉമർ സാറിനെ സ്വാധീനിക്കാൻ പറ്റും. മക്കളെ
ആ മക്കളെയാണ് ഇപ്പം എന്താണ് ഈ ബിസിനസ്സിന് ഇറക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് എല്ലാവരിലേക്കും ഇത് എത്തിപ്പെടുന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായ, ഞാൻ ഇന്നലെ തൃശ്ശൂര് എന്താണ് GTS സെന്ററിലുണ്ട്. ഞാൻ ഇന്നലെ ആ GTS സെന്ററിൽ പങ്കെടുത്ത സമയത്ത് കണ്ണൂരുള്ളൊരു 10-22 വയസ്സുള്ള ഒരു ലേഡി ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേരെന്നോട് മറന്നുപോയി. അതായത് ഏറ്റവും കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീലിംഗ് അച്ചീവർ ആയിട്ടുള്ള ലേഡിയാണ്. ആ ലേഡി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേഡി പറഞ്ഞത് 18ാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ് ഏറ്റെടുത്തത്. 18ാമത്തെ വയസ്സിൽ. ആ 18ാമത്തെ വയസ്സിൽ ബിസിനസ് ഏറ്റെടുത്തിട്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞേ ഐഡിയ അടിക്കാൻ. 18 ആവാത്തത് കൊണ്ട്. വർഷ, അതാണ് ആരാണ് ആരോ എഴുതി അയച്ചിട്ടുണ്ട്, സുരേന്ദ്രൻ. വർഷ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി 18ാമത്തെ വയസ്സിൽ വന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ സീലിംഗ് അച്ചീവർ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ സീലിംഗ് അച്ചീവർ ആയിട്ട് മാറിയ കുട്ടി അവിടെ സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അത് ഒരു വല്ലാത്തൊരു വൈബാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വല്ലാത്തൊരു വൈബാണ്. ആ കുട്ടിയെ കളിയാക്കിക്കൊണ്ടിരുന്ന 2-10 എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയിരിക്കുന്ന കോളേജുകളിലും അതായത് ബസ് സ്റ്റോപ്പുകളിലും എല്ലാ സ്ഥലങ്ങളിലും നാട്ടിലും കളിയാക്കിയിട്ടുണ്ട്. ആ കളിയാക്കുന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് പറഞ്ഞാലേ, അതിന്റെ അകത്ത് അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ ബിസിനസ് ഏറ്റെടുത്തിട്ട് വളരെ ശക്തമായിട്ട് നല്ല എന്ത് സ്പീച്ചാണ്, എന്ത് കോൺഫിഡന്റ് ആണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ റാങ്ക് STC ആണ്. ഇനി അവരിലൂടെ കടന്നു വന്ന് ഞാൻ നോക്കി, അവിടെ റൗണ്ട് സീറ്റിംഗ് നടന്ന സമയത്ത് അവിടെ ഒരൊറ്റ പ്രായമുള്ള ആളുകളോ ഒറ്റൊരാൾ പോലും ഇല്ല. ഉള്ളത് മുഴുവൻ എന്താണ് 20-25 വയസ്സുള്ള ആളുകൾ, കുട്ടികൾ മാത്രമേ അവരുടെ ആ സിറ്റിങ്ങിൽ അവരുടെ ടീമിലുള്ളൂ. ഈ രൂപത്തിലേക്ക് നമുക്കിത് താഴോട്ട് എത്തിക്കാൻ കഴിയണം. ഈ രൂപത്തിൽ നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയണം. കാരണം അവര് പറയുന്നത് തന്നെ എല്ലാം കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ട് ചില ആൾക്കാർ രാഷ്ട്രീയ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഇറങ്ങാറുണ്ട്. അതുപോലെ എല്ലാം കഴിഞ്ഞ് ഒരു പരിപാടി ഇല്ല, ഗൾഫിൽ നിന്ന് എക്സൈറ്റ് വന്ന് ഇതെന്ന് കേൾക്കുമ്പോ EK ഒന്നും തെറ്റിദ്ധരിക്കണ്ട. എല്ലാം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്താണ് ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഈ സാധനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഇപ്പൊ ഫ്രണ്ട് പേജില് ഏറ്റവും മുൻപന്തി കാണുന്നത് എല്ലാം തലനരച്ച യൗവനങ്ങളാണ് ഞാൻ കാണുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരുത്തണം. ആ മാറ്റം വരുത്താൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇങ്ങനെ അലയടിച്ച് ഇങ്ങനെ നീങ്ങണം. അതിനു വേണ്ടിയുള്ള ഒരു പണി നമ്മൾ എടുക്കണം. ഇത് എവിടെ എത്തിയിട്ടില്ല. നിയമം ഉണ്ടായിന്നല്ലാണ്ട് ഇത് എവിടെ എത്തിയിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു കക്ഷിക്ക് ഒരു വീഡിയോ ഇട്ട് കൊടുത്തു. എന്നോട് അവൻ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി നിങ്ങളെക്കാൾ വലിയ കച്ചവടക്കാര് ഈ രാജ്യത്ത് ഉണ്ടാവില്ല. കാരണം മുഖ്യമന്ത്രി വന്നിട്ട് നേരിട്ടാണ് പറയുന്നത്. അതിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അതിന്റെ അകത്ത് കള്ള നാണയങ്ങളുണ്ട്, അത് തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലാ കള്ള നാണയങ്ങളില്ലാത്ത? ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസി വന്നിട്ടുണ്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട്. ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസി വന്നുകൊണ്ടിരിക്കുന്ന അതാ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയമപരമായിട്ടുള്ള ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് PSCയും ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ വരെ വ്യാജന്മാർ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നാളുകളിൽ ഈ സാധനം മാറും. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രൂപവും ഭാവവും മൊത്തം മാറും. ഒരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കണ്ട. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് നമ്മൾ ഇറങ്ങണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണത്തിന് നമ്മൾ ഇറങ്ങണം. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ വിളിച്ച് പറയാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കണ്ടേ രാഷ്ട്രീയം പറയുന്നത്. നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യമായിട്ട് ട്രേഡ് യൂണിയൻ വന്ന സമയത്ത് എന്റെ ബാഗ് തുറന്നാൽ അതിന്റെ അകത്ത് CITയുടെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, STUന്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, PMSന്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, INTUCന്റെ എല്ലാം 4-5 രാഷ്ട്രീയ സംഘടനകളുടെ അപ്ലിക്കേഷൻ ഫോം എന്റെ കയ്യിലുണ്ട്. കാരണം അന്നത്തെ ഒരേ ഒരു താല്പര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എത്രത്തോളം മെമ്പർഷിപ്പ് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം മെമ്പർഷിപ്പ് കൂട്ടി ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കാൻ. കാരണം നമ്മൾ വെറുതെ പ്രസംഗിച്ചുകൊണ്ടൊന്നും ഗവൺമെന്റ് വീഴില്ല. ഗവൺമെന്റ് അതിന്റെ അകത്ത് എന്ത് ചെയ്യില്ല, താല്പര്യം എടുക്കില്ല. നിങ്ങളുടെ പിൻബലം എത്ര, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്. മെമ്പർഷിപ്പ് കൂട്ടാനുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഈ ട്രേഡ് യൂണിയനിലാണ് ഏറ്റവും വലിയ ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ചെങ്കൽ തൊഴിലാളികള്, കരിങ്കൽ തൊഴിലാളികള്, മറ്റേ എന്താണ് നിർമ്മാണ തൊഴിലാളികള്. ഈ നിർമ്മാണ തൊഴിലാളികൾ ദിവസവും ഇതിന്റെ അകത്ത് വരുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ദിവസവും ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന വരുന്നവർക്കൊക്കെ തന്നെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പിന്റെ ഒരു കുതിച്ചുചാട്ടം, അതിന്റെ ഒരു ഗ്രോത്ത്, അതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അപാരമാണ്. ഈ രൂപത്തിൽ ഈ സാധനത്തിനെ കാണണം. എന്നിട്ട് നമ്മൾ നമ്മളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാലേ യങ്സ്റ്റേഴ്സിന്റെ കൈകളിലേക്ക് ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കാൻ നമുക്ക് അവസരം കിട്ടില്ല. അവരെന്താണ് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ നിങ്ങളൊരു തുണിക്കടയിലേക്ക് കയറിച്ചല്ലേ, ഇപ്പൊ ഒരു ഈ 25-നാ തോന്നുന്നു എന്റെ അടുത്തുള്ള പേരാമ്പ്രയിലെ ഗ്രാൻഡ് ഹൗസ് പുതിയ അതിന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്രാൻഡ് ഹൗസ് എന്ന് പറയുന്ന തുണിക്കടയാണ്. ആ തുണിക്കടയില് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. ആ ഇന്റർവ്യൂ നടന്നത് അവിടുത്തെ ഏറ്റവും വലിയ EMS ഹാളിൽ വെച്ചുകൊണ്ടാണ് ഇന്റർവ്യൂ നടന്നത്. EMS എന്നാ എനിക്ക് തോന്നുന്ന പേരതാണെന്നോ എനിക്കറിയില്ല. അവിടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മളവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം 2000-2500 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹാളാണത്. ഹാള് പുറത്തുമായിട്ട്. എന്നിട്ടും അവിടെ ട്രാഫിക് ജാമായിരുന്നു റോഡില്. അതായത് യുവജനങ്ങൾ മുഴുവൻ ദിവസ വരുമാനമായിട്ടുള്ള 350-500 രൂപക്ക് വേണ്ടിയാണ് ക്യൂ നിന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് നന്ദിലത്ത് G-മാർട്ടിലേക്ക് നിങ്ങൾ ചെല്ല്, മൈജിയിലേക്ക് നിങ്ങൾ കാര്യച്ചല്ലേ, ഏതെങ്കിലും വൻകിട തുണിക്കടകളിലേക്ക് നിങ്ങൾ കാര്യച്ചല്ലേ, അവിടെ 30-ന് മുകളിൽ പ്രായമുള്ള ഒറ്റ ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 30-ന് മുകളിൽ പ്രായമുള്ള ഒരു ഒറ്റ മനുഷ്യനെയും കാണാൻ പറ്റില്ല. CN എഴുതിയതാണ്, ടെൻഷൻ കൊണ്ട് തലവരച്ചതാ, വയസ്സ് കൊണ്ട് തലവരച്ചതല്ല എന്നാ പറഞ്ഞേ. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അത് നിങ്ങൾ 2025 ചെന്ന് കഴിഞ്ഞാലും ഈ 30-നപ്പുറത്തേക്കുള്ള കാണൂല, 2030 ചെന്നാലും 30-നപ്പുറത്തേക്ക് കാണൂല. കാരണം അവർക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുറത്തേക്കുള്ളല്ലോ. അവർക്ക് വേണ്ടത് യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സിന്റെ എനർജി എന്ന് പറയുന്നതും അവരുടെ ചിന്ത എന്ന് പറയുന്നതും അവരുടെ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേകം തന്നെയാണ്. നമ്മളിലേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ സമയത്തൊന്നും എനർജി കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരൂല. എല്ലാ സമയത്തും എനർജി കീപ്പ് ചെയ്യാൻ പറ്റില്ല. അവരുടെ എനർജി അപാരാണ്. അവരുടെ ചിന്തകൾ വല്ലാത്തതാണ്. ഏത് സമയത്ത് 24 hours അവര് എണ്ണയിട്ട യന്ത്രം കണക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവര് വരുമാനം കിട്ടി തുടങ്ങിയാൽ അവർക്ക് ക്ഷീണോ കാര്യമോ സംഗതികളോ ഒന്നുമില്ല. ഇതിന്റെ അകത്ത് കുറെ ഷുഗറുള്ള, കുറെ പ്രഷറുള്ള, കുറെ മുട്ടുവേദനയുള്ള, കുറെ ഇങ്ങനെയുള്ള ഒരു തലവേദനയുള്ള കുറെ സാധനങ്ങൾ. ഇതൊക്കെ മാറി പുതിയ സാധനത്തിന് അടിച്ചു കയറ്റണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും. ചേരൂർ സാറ് ചെന്നിട്ട് ഏതെങ്കിലും ഒരു തുണിക്കടയിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ ലുലു മാളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, അവിടുത്തെ ആരാണ്, മൈജിയിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, റോസ് ഉപ്പായിട്ട് പാൻസ് ഒക്കെ ഇട്ട് ഇൻസൈഡ് ആക്കി നിൽക്കുന്ന ആളുകളെ കാണുമ്പോ ശരിക്കും ഡയറക്ട് സെല്ലിംഗ് കൃത്യമായിട്ട് ചെയ്യുന്ന, അതിനോട് ഭയങ്കര ആത്മാർത്ഥ കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ കാണുമ്പോൾ ചേരൂർ സാറെ വായിൽ വെള്ളൂറൂലേ? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ യൗവനമാണ്. അവരുടെ യൗവനം കാർന്ന് തിന്നിട്ടാണ് അവരെ പുറത്തേക്ക് വലിയുന്നത്. അത് കുട്ടികൾക്കറിയില്ല, രക്ഷിതാക്കൾക്കറിയില്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കരീം സാർ എപ്പോ പറയണം, ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലും നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോരാം. കേറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാൻ പറ്റാത്ത ഒരേ ഒരു പ്രൈവറ്റ് ജോലി എന്ന് പറയുന്നത് പേരൽ കോളേജിൽ അധ്യാപകനാണ്. അവിടെ കേറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്രത്യേക വൈബാണ്. എത്ര ശമ്പളം കിട്ടിയാലും ഇല്ല, കിട്ടിയില്ലെങ്കിൽ ഇല്ല. കരീം സാർ ചിലപ്പോ എക്സ്പീരിയൻസ് പറയുമ്പോൾ പറയും അത്. അവിടെ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള വലിയൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ മാറ്റത്തിന് നിങ്ങൾക്ക് ഈ മാറ്റത്തിന്റെ എൻഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മാറ്റത്തിന്റെ എൻഡ് കാണാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം, ഇതിന്റെ ബാറ്റൺ, ഡയറക്ട് സെല്ലിങ്ങിന്റെ ബാറ്റൺ ഇനി നാളുകളിൽ നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്കാ ചെല്ലുന്നത്. കുട്ടികളുടെ കൈകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു ബറ്റാലിയൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാല് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ രൂപത്തിലേക്കായിരിക്കും അതിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട.
അതിനാദ്യം നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. കാരണം വീടുകളിൽ നിന്ന് എങ്ങനെയാ തുടങ്ങുക? നമുക്ക് ഇതിന്റെ അതൊരു വിശ്വാസം വേണ്ടേ? നമുക്കൊരു പണിയില്ല എന്നുള്ള രൂപത്തിൽ ചില ആളുകൾ ഇത് ഏറ്റെടുക്കുന്നില്ലേ? ആ രൂപത്തിലല്ലല്ലോ. നമ്മൾ ഇതിന്റെ അകത്ത് ഇനി ഒരു കാരണവശാലും ഒരാളും ഇനി ഭയപ്പെടണ്ട. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരാളും ഭയപ്പെടണ്ട. ഇനി ആകെ നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളെ മാത്രം. നിയമത്തെ നിങ്ങൾ ഭയപ്പെടണ്ട, കമ്പനിയെ നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് നാളുകളിൽ മാറുന്നു ചിന്തിക്കുകയും അത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയും ചെയ്ത ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ കേരളത്തില്, ഇന്ത്യയിലുള്ളൂ. അത് മൈ ലൈഫാ. കാരണം അതിനെപ്പറ്റി കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഇനി മറ്റുള്ള കമ്പനികളൊക്കെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് അതിന്റെ പ്ലാൻ അല്ല, അതിനകത്ത് വലിയ വലിയ അച്ചീവ്മെന്റ് നടത്തിയ ആളുകൾ മുഴുവൻ ഇപ്പോഴും പാർട്ട് ടൈമാ ചെയ്യുന്നത്. വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് വിശ്വാസം ഇല്ലാത്തല്ല, അവരവരുടെ കമ്പനിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അതേ സമയത്ത് നമ്മുടെ കമ്പനി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിതൊരു പ്രൊഫഷണൽ ആയിട്ടാണ് ഈ സാധനം ഏറ്റെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കേരളവും ഇന്ത്യ രാജ്യവും ഇനി ഭരിക്കാൻ പോകുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ടാണ് അങ്ങനെ, ബിസിനസ് പരമായിട്ടാണ് അങ്ങനെ ഭരിക്കാൻ പോകുന്നത് മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. ഒരു സംശയം ആർക്കും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇനി തീരുമാനം നമ്മുടേതാ. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ വേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ചെയ്യാൻ നിങ്ങൾ വേണ്ട. അതേത് പൊട്ടനും പറ്റൂ. പക്ഷെ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്ത് വിജയിപ്പിക്കലാണ് നമ്മുടെ ഹീറോയിസ് എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ കാര്യം ചെയ്ത് വിജയിപ്പിക്കലാ ഹീറോയിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. ഞാനും നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? തെറ്റായ പ്രവണതയല്ല. ഞാനും നിങ്ങൾ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള മാന്യമായ ബിസിനസ്സാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രോഡാണെന്ന് വിളിച്ചു പറഞ്ഞവരില്ലേ? ഇനി ഞാൻ അവസാനിപ്പിക്കാം, സമയമായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കും സംസാരിക്കണ്ടേ കുറച്ച് കാര്യങ്ങൾ. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ പറയാ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% കോൺഫിഡന്റാ. 100% കോൺഫിഡന്റാ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 മുതലുണ്ട്. 2006 മുതൽ ഞാനും ബെല്ലി സാറും അതുപോലെ തന്നെ ശൈലേഷ് സാറും എന്താണ് ബിജു സാറൊക്കെ തന്നെ കേട്ടുപഴകിയതാണ്. കേട്ടുപഴകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പിടിക്കുന്നവൻ, ആളെ പറ്റിക്കുന്നവൻ എന്ന് വേണ്ട എന്തൊക്കെ കേട്ടിട്ടുണ്ട്. ചതിയന്മാരാണ്, കള്ളന്മാരാണ് എന്ന് വരെ കേട്ടിട്ടില്ലേ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ എല്ലാ സ്റ്റേജിലും ഞാൻ എണ്ണി പറയുന്ന ഒരു കാര്യമുണ്ട്. എണ്ണി പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കിയവരോടും എന്നെ പരിഹസിച്ചവരോടും എന്നെ പിറകോട്ട് വലിച്ചവരോടും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന ആളുകളുടെ മാനത്തിന് വില പറഞ്ഞവരോടും എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഒരൊറ്റ കാര്യം ഞാൻ പറയാണ്. ആ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് മുഴുവൻ ഞങ്ങൾ പ്രതികാരം ചെയ്യും. വീരുക്കൾ പറയുന്നത് പോലെ തലയെടുക്കുക, കഴുത്തെടുക്കുക, കൈവെട്ടുക, ഇതൊന്നുമല്ല. ഇവരോട് ഞങ്ങളുടെ പ്രതികാരം എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ്, ഞങ്ങളുടെ സ്വപ്നങ്ങൾ എണ്ണി പറഞ്ഞ്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എണ്ണി പറഞ്ഞ് ഇവരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും. അത് ഇവരെന്താണ് കഴുകനെ പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നമ്മൾ പ്രതികാരം ചെയ്യും. ഒരു സംശയം ആരും വിചാരിക്കണ്ട. കാരണം നമ്മളോടൊപ്പം ഗവൺമെന്റ് ഉണ്ടെന്ന് ഇനി നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി കളിയാക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കില്ല. നമ്മളെ പേടിപ്പിച്ചാൽ നമ്മൾ പേടിക്കില്ല. ഇനി എന്ത് പരിഹസിച്ചു കഴിഞ്ഞാലും നമുക്കിനി ഫിയർ ഇല്ല. ഇനി നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ്? ഒടുങ്ങാത്ത ഫയറാ ഉള്ളത്. ഇനി അങ്ങോട്ട് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതിക്കഴിഞ്ഞാൽ കെടുന്ന സാധനമല്ല. ഡയറക്ട് സെല്ലിങ്ങിന്റെ ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ള ഫയറിന്റെ പ്രത്യേകത വെച്ചാല് അത് കാറ്റടിക്കുമ്പോഴും കൊടുങ്കാറ്റടിക്കുമ്പോഴും ആളിക്കത്തും. കാരണം അത് കാട്ടുതീയ. ആ രൂപത്തിലേക്കാണ് ഈ സാധനം മാറാൻ പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്നത്തെ എന്റെ മോർണിംഗ് മീറ്റ് മനസ്സിൽ വെച്ചോ. ഉമർ സാറിന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ടാവും. ഇനി ഒരു 3 വർഷം കഴിയുമ്പോൾ ചേരൂർ സാറേ നിങ്ങൾ കണക്കായിക്കോ, പൊന്നണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് സത്യമായിരിക്കും. ഒരു സംശയവും വേണ്ട. ആളുകൾ ഫുൾ ടൈം ആയിട്ട് ഈ സാധനം ഏറ്റെടുക്കും. ഫുൾ ടൈം കയറുന്നതായിട്ട് ഏറ്റെടുക്കാത്ത മനസ്സിന് ബലമില്ലാത്തതുകൊണ്ടാ, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ, മറ്റു വേറൊന്നുമല്ല. ഞാൻ ഈ കമ്പനിയിലുള്ള നിയമത്തിലുള്ള വിശ്വാസം ഒന്നും കൊണ്ടല്ല ഞാൻ ഏറ്റെടുത്തത്. ഞാൻ ഈ കമ്പനിയിലുള്ള 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. അതും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 10,70,000 രൂപ സാലറി, തിരിച്ചങ്ങോട്ട് കയറാനും പറ്റില്ല. 3 പെൺകുട്ടികൾ, ഒരു കുടുംബം. ഈ സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഘടനാ ശക്തിയാണ്, സംഘടനയിലുള്ള വിശ്വാസമാണ്.
ഇവിടെയുള്ള മുഴുവൻ സംഘടനകളും, അത് മറ്റേ മാർക്സ്വാദിയായാലും CPI-ന്റേതായാലും കോൺഗ്രസിന്റെ, BJP, ലീഗ്, ഈ മൊത്തം സംഘടനയിലുള്ള വിശ്വാസമാണ്. ആ സംഘടനയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തുകൊണ്ട് റിസൈൻ ചെയ്തെന്ന് വെച്ചാൽ കമ്പനിയിലുള്ള വിശ്വാസം കൊണ്ട്. ബിലീഫ് എന്ന് പറയുന്ന ഒടുക്കത്തെ ബിലീഫാണ് ഈ കമ്പനിയിൽ, ഒടുക്കത്തെ ബിലീഫാ. ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചത്. ഇനിയും ഈ സാധനം അവനവനിൽ വിശ്വാസം ഇല്ലെങ്കിൽ മാത്രമേ ഇനി ഫുൾ ടൈം ചെയ്യാതിരിക്കൂ. അവനവനിൽ വിശ്വാസമുള്ള, അവനവനിൽ ചെയ്ത് വിജയിപ്പിക്കാന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള, ഇത് മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളും നാളുകളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ റിസൈൻ ചെയ്ത് എന്താണ് ഇത് ഫുൾ ടൈം കയറി റൈറ്റ് നാളുകളിൽ ഇത് ഏറ്റെടുക്കും. ഇത് ഒരു കൊടുങ്കാറ്റായി മാറും. കേരളത്തില് ഒരു കൊടുങ്കാറ്റായി മാറും, ഒരു സംശയവും വേണ്ട. നാശം വിതക്കുന്ന കൊടുങ്കാറ്റല്ല, വസന്തം പിരിയുന്ന കൊടുങ്കാറ്റായി മാറും. ഇത് വസന്തം പിരിയുന്ന കൊടുങ്കാറ്റായി നാളെ ഇത് മാറും, ഫെബ്രുവരി 19 ശേഷം. ഇനി ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരി 19 മുമ്പും 19 ശേഷം എന്നായിരിക്കും ഡയറക്ട് സെല്ലിങ്ങിനെ മാറ്റി മറിക്കുക. ഇനി എന്നും തങ്കലിപികളിൽ നമ്മൾ കേരളം ഉണ്ടാവും, മലയാളികൾ ഉണ്ടാവും. ഏതായാലും എല്ലാവർക്കും എന്താണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇത് ഏറ്റെടുത്ത് ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ച്, ആളുകളിലേക്ക് എത്തിച്ച്, പുതിയ പുതിയ റിക്രൂട്ട്മെന്റുകളും വരുമാനവും എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.